നമസ്കാരം ശ്രീമതി ഏഷ പോറ്റി. ഇപ്പോൾ നമസ്കാരം. കോൺഗ്രസിൽ നമസ്കാരം. ചേർന്നിരിക്കുന്നു, അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉം. അങ്ങക്കെതിരെ അതിശക്തമായ രൂക്ഷമായ പ്രതികരണങ്ങൾ CPM-ലെ വനിതാ നേതാക്കളിൽ നിന്ന് തന്നെ, മേഴ്സിക്കുട്ടിയമ്മയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങേക്ക് അതിനോട് പ്രതികരിക്കാം. അത് സ്വാഭാവികമല്ലേ? പിന്നെ സരിനെ പോലുള്ളവര് മറ്റു പാർട്ടിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ശോഭന ജോർജ് വന്നിട്ടുണ്ട്. അവരൊക്കെ 3 തവണയൊക്കെ MLA ആയിരുന്ന ആളാണ്. അതുകൂടി ഓർക്കുന്നത് നല്ലത് തന്നെയാണ്. ഉം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ. ഒന്നാമത് ഇപ്പം പാർട്ടി ഇപ്പൊ പഴയ പോലെ അല്ല പോകുന്നതെന്ന് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. പാർട്ടി ഞാൻ പാർട്ടിയിൽ വന്ന കാലത്തെ പോലെ അല്ല ഇപ്പൊ പാർട്ടി. പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് അത് നയിച്ചു പോകുന്ന അതിന്റെ ലീഡർഷിപ്പും നേതാക്കളും ഒക്കെ ആണല്ലോ പാർട്ടിയെ നയിക്കുന്നത്. ഉം. അപ്പൊ ആ ലൈനായിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുറെ നാളായിട്ട് ജനപ്രതിനിധിയൊക്കെ ആയി. ജനപ്രതിനിധിയാകാൻ സ്ഥാനാർത്ഥിയാക്കിയതൊക്കെ പാർട്ടിയാണ്. ഉം. ഞാനുണ്ടായിരുന്ന പാർട്ടിയാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്. സംശയമേ ഇല്ല. ജനങ്ങൾ വോട്ട് ചെയ്തു, ജയിപ്പിച്ചു. ആ പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു, ഉം. ജയിപ്പിച്ചു. എനിക്ക് സാധ്യമാകുന്നതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് 3 തവണ കഴിഞ്ഞ് മാറ്റി സന്തോഷമായി. അടുത്ത ആൾ വന്നപ്പോഴും അതിന്റെ മുൻനിരയിൽ നിന്ന് ഞാൻ ഫുൾ ടൈം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തെ ജയിപ്പിക്കാനായിട്ട്. അതും കൂടി കാണണം. അത് കഴിഞ്ഞ് ഇറങ്ങി ജയിച്ചും കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെ പാർട്ടി തീരുമാനിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഞാനും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാതെ നമ്മളൊരാളല്ലാതായി മാറുമ്പം ഏത് മനുഷ്യനായാലും കുറേ നാളായിട്ട് ഞാൻ ഇന്ന് വരെ ഇത് പ്രതികരിച്ചിട്ടില്ല. മറ്റുള്ളവരൊക്കെ എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ MLA അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആർക്കാണ് ഇങ്ങനെ വന്നാലും എങ്ങനെയാ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ അത് തന്നെയാണ് എന്റെ ഫീലിംഗ്.